ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ തൃശ്ശൂർക്കാർക്ക് പൂരം എന്ന് കേട്ടാൽ ആദ്യം ഓടിയെത്തുക പൂരം എക്സിബിഷനാണ്. അത് കാണാത്തവരായി ആരുമില്ല നമ്മുടെ തൃശ്ശൂരിൽ. അങ്ങനെ ഞാനും പോയി എക്സിബിഷൻ കാണാൻ. വീക്ക് ഡേയ്സിൽ പോയ കാരണമാണെന്ന് തോന്നുന്നു, തീരെ തിരക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കയറിയാലും തിക്കും തിരക്കുമില്ലാതെ സ്റ്റാളുകളെല്ലാം നല്ല രീതിക്ക് തന്നെ കണ്ടു. ഒരാൾക്ക് 40 രൂപയാണ് ഇതിൻ്റെ ഉള്ളിൽ കിടക്കാൻ. അങ്ങനെ ഞങ്ങൾ അത് കൊടുത്ത് ആദ്യത്തെ സ്റ്റാളിൽ സ്റ്റാർട്ട് ചെയ്ത് നടന്നു തുടങ്ങി. നിറയെ ഗ്ലാസുകളും ബെഡ്ഷീറ്റുകളും അടങ്ങുന്ന ഒരു സ്റ്റാളായിരുന്നു ആദ്യത്തേത്. പിന്നീട് അങ്ങോട്ട് ഡ്രസ്സുകൾ, ബാഗുകൾ, ചെരുപ്പുകൾ എല്ലാം നല്ല ഭംഗിയിൽ അടക്കി വെച്ചിരിക്കുന്നത് കണ്ടു. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടന്നു. വില ചോദിച്ച് അങ്ങനെ കയറി ഇറങ്ങും. കടയിലുള്ളവർ വിചാരിക്കും ഇപ്പോൾ നമ്മൾ വാങ്ങാനാണെന്ന്. എവിടെ, പതിവ് പോലെ എല്ലാത്തിൻ്റെയും വില ചോദിക്കും, ഇറങ്ങും. അടുത്ത കടയിൽ കയറും, പിന്നെയും വില ചോദിക്കും, പിന്നെയും ഇറങ്ങും, പിന്നെയും അടുത്ത സ്റ്റാള്. അങ്ങനെ നടന്ന് ഒരു പൂക്കൾ വിൽക്കുന്ന കടയിലെത്തി. നല്ല ഭംഗിയുള്ള പൂക്കളായിരുന്നു. പിന്നെ കുറേ നടക്കുമ്പോൾ നമുക്ക് ക്ഷീണം തോന്നുകയാണെങ്കിൽ ഈ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കുൽക്കി സർബത്ത് വാങ്ങിച്ചു കുടിക്കാം. അങ്ങനെയും കുറേ പേർ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെയും യാത്ര തുടർന്നു. ഇതിനിടയിൽ കുറേ സ്റ്റാളുകളുണ്ട് കേട്ടോ. എല്ലാതും ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. വീഡിയോ എടുക്കാൻ നിന്നാൽ എനിക്കത് കണ്ട് ആസ്വദിക്കാനും പറ്റില്ല. പിന്നെ വിശപ്പ് തോന്നിയാൽ നമുക്ക് ഈ ബജ്ജി കടയിൽ നിന്ന് ബജ്ജികളൊക്കെ വാങ്ങിച്ച് കഴിക്കാം കേട്ടോ. പക്ഷെ ഞങ്ങളതൊന്നും കഴിക്കാൻ നിന്നില്ല. ലക്ഷ്യം വെച്ച് നേരെ നടന്നു എൻ്റർടൈൻമെൻറ്റ് ഏരിയയിലേക്ക്. അവിടെ ചെന്നപ്പോൾ അതാ ഗെയിമുകൾ നടക്കുന്നു. ഞങ്ങൾ അതിൽ പങ്കെടുത്തു. 50 രൂപയാണ്. 6 റിങ് കിട്ടും. ആ റിങ് നമ്മൾ ഈ വെച്ചിരിക്കുന്ന സാധനത്തിന്മേൽ എറിഞ്ഞ് നമുക്ക് എടുക്കാം. അങ്ങനെ ഞങ്ങൾക്ക് ആദ്യത്തെ റിങ് ഇടലിന് ഒരു സോഫ്റ്റ് ഡ്രിങ്കാണ് കിട്ടിയത്. പിന്നീട് അങ്ങോട്ട് എറിഞ്ഞതിന് ഒന്നും കിട്ടിയില്ല. അതിൻ്റെ ഇടയിൽ മോളൊരു റിങ് വാങ്ങിച്ച് കൈപിടിച്ചു. അവൾക്ക് എറിയണമത്രേ. അങ്ങനെ ചേട്ടൻ അവളെയും എടുത്ത് എറിയാനായിട്ട് ഹെൽപ്പ് ചെയ്തു. പക്ഷേ ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ അടുത്ത ഗെയിമിലേക്ക് മാറി. ഇതെന്ന് പറഞ്ഞാൽ 60 രൂപയാണ്. 6 ബോൾ തരും. ഈ ബോളുകൾ ഇങ്ങനെ കാണുന്ന നമ്പറുകളിലേക്ക് ഇടണം. ഏറ്റവും കൂടുതൽ നമ്പറുകൾ കൂട്ടി കിട്ടുമ്പോൾ നമുക്ക് സമ്മാനം കിട്ടും. അങ്ങനെ ഞങ്ങൾക്ക് അതിലും പ്രൈസ് കിട്ടി. ഒരു ചായ കുടിക്കുന്ന കപ്പാണ് കിട്ടിയത്. ഉടനടി ആ കപ്പ് മോൻ കൈക്കലാക്കി. അടുത്തത് ഒരു ബാറ്റാണ് ഞങ്ങൾക്ക് പ്രൈസ് കിട്ടിയത്. അതെന്ന് പറഞ്ഞാൽ ബോള് അവിടെ നിരത്തി വെച്ചിരിക്കുന്ന ഗ്ലാസ്സിൽ ഒരേറിൽ തന്നെ എല്ലാ ഗ്ലാസ്സും കമ്മിന്ന് വീഴണം. അങ്ങനെ അതിലും ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടി. അത് ഒരു ക്രിക്കറ്റ് ബാറ്റായിരുന്നു. അങ്ങനെ പുറകിലോട്ട് നോക്കുമ്പോൾ അതാ ഊഞ്ഞാല് ആടുന്നു. പിന്നെ അതാ ഈ ലക്ഷ്യം വെച്ച് അങ്ങോട്ട് നടന്നു. എനിക്ക് പേടിയാണ് കേട്ടോ ഇതിലൊക്കെ കയറാൻ. പക്ഷേ മോന് കയറണമെന്ന് പറഞ്ഞ് അവൻ അപ്പയും കൂട്ടി അങ്ങോട്ട് നടക്കുകയാണ്. അവൻ്റെ കയ്യിലിരിക്കുന്ന ഈ ബാറ്റ് ഞങ്ങൾക്ക് അവിടെ ഒരു ഗെയിം കളിച്ചിട്ട് പ്രൈസ് കിട്ടിയതാണ് കേട്ടോ. അങ്ങനെ ഏത് റൈഡിൽ കയറണമെന്ന് നോക്കി നടക്കുകയാണ്. അങ്ങനെ അവൻ ലാസ്റ്റ് ആ ഹൈറ്റിൽ പോകുന്ന ഊഞ്ഞാലിൻ്റെ അടുത്തേക്ക് തന്നെ എത്തി. അവൻ അതിൽ തനിയെ കയറിയിരുന്നു കേട്ടോ. ഞങ്ങളാരും ഇരുന്നില്ല. മോൾക്ക് വേറൊരു റൈഡിലിരുന്നു. പക്ഷെ അവളുടെ കൂടെ ചേട്ടനും കയറിയിരുന്നു. ഞാനിതൊക്കെ നോക്കി നിന്ന് താഴെ നിന്നു. ചുറ്റും തിരിഞ്ഞ് നോക്കിയപ്പോൾ കഴിഞ്ഞ വർഷത്തെ അത്ര തിരക്കൊന്നുമില്ല. നല്ലവണ്ണം ആസ്വദിച്ച് നമുക്ക് എല്ലാതും കണ്ട് നടക്കാം. പിന്നീട് അവിടെ നിന്ന് നടന്ന് വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സർവകലാശാലയിലെ സ്റ്റാളിൽ കയറി. അവിടെ ചെന്നപ്പോൾ കുതിരയുടെ തല, ആനയുടെ ഓരോ ഭാഗങ്ങളിലെ അസ്ഥികൾ, തലയോട്ടി ഇതൊക്കെ കണ്ട് കിങ്ങിണിക്കുട്ടി അമ്പരന്നു. ഇതെന്താണ് അപ്പേ എന്ന് ചോദിച്ചുകൊണ്ട് അവൾ അങ്ങോട്ട് നടന്നു. നോക്കിയപ്പോൾ ആനയുടെ തുടയല്. പിന്നീട് അങ്ങോട്ട് അവൾക്ക് ഓരോ സംശയമായിരുന്നു. ഓസ്ട്രിച്ചിൻ്റെ മുട്ട കണ്ട് അവൾ അന്താളിച്ചു നിന്നു. അത്രയും വലിയ മുട്ട. കേരള പോലീസിൻ്റെ സ്റ്റാളിൽ ചെന്നപ്പോൾ അവിടെ ലഹരിക്കെതിരെയുള്ള എല്ലാ പോസ്റ്ററുകളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനിടയിൽ അവിടെ കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ ചില കലാപരിപാടികളുമുണ്ട്. 2 പേരും അതിൽ കയറി. അങ്ങനെ അതും കണ്ട് ആസ്വദിച്ച് നേരെ പുറത്തേക്ക് നടന്നു. കുറേ സ്റ്റാളുകളൊക്കെ കണ്ട് അവസാനം പുറത്തേക്ക് കടന്നു. അവിടെ ചെന്നപ്പോൾ അതാ ഫോട്ടോ എടുക്കാനായിട്ട് ഒരു സെക്ഷൻ. എന്നാൽ അതിൽ കയറി ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫോട്ടോയും എടുത്ത് വീട്ടിലേക്ക് പോയി.